ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ബേബി ഫ്രോക്ക് മെഷർമെൻറ്റ് ഈസിയായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ബേബി ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു അളവ് ബേബി ഫ്രോക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഏത് സൈസിലുള്ള ബേബി ഫ്രോക്കിൻ്റെ അളവ് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും അളവുകളാണ് നമുക്ക് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ഫ്രോക്കിനെ ഇങ്ങനെ രണ്ടായി മടക്കണം. കറക്റ്റ് മടക്കി വെക്കണം. അയൺ ചെയ്തിട്ട് മടക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ അളവെടുക്കാം. കുറച്ച് താഴേക്ക് ഇറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് കഴുത്തിൻ്റെ അളവ് ഇവിടെ എടുത്തതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 4.5 ഇഞ്ച് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഷോൾഡർ വന്നിരിക്കുന്നത് 4.5 ഇഞ്ച്. ഇനി എടുക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇറക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇറക്കം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ടേപ്പ് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി മാറ്റി വെക്കണം. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ എവിടെയാണോ ഈ മടക്ക് വന്നിരിക്കുന്നത്, ഈ 3 ഇഞ്ച് മടക്ക് എവിടെയാണോ വന്നിരിക്കുന്നത് ആ അളവൊന്ന് നോക്കുക. അപ്പോൾ 3 ഇഞ്ചിൻ്റെ അടുത്താണ് ഈ മടക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത്, ഫ്രണ്ട് കഴുത്ത് ഇറക്കം വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ബാക്ക് കഴുത്ത് ഇറക്കം നോക്കുക. അപ്പം ബാക്ക് കഴുത്തിറക്കം ഇതാണ് വന്നിരിക്കുന്നത്. അപ്പം ബാക്ക് കഴുത്തിറക്കം എടുക്കേണ്ടത് ഇതുപോലെ എടുക്കുക. അപ്പം ബാക്ക് കഴുത്തിറക്കം 2 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ ഇതുപോലെ നമ്മൾ അളന്നെടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതം കുറച്ച് അളവ് എടുക്കാൻ പാടുള്ളൂ. കാരണം ഈ 1/4 ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് 1/4 ഇഞ്ച് സീം അലവൻസിന് ആവശ്യമാണ്. അപ്പം രണ്ടിൻ്റെയും അളവിൽ നിന്ന് 1/4 ഇഞ്ച് കുറക്കണം. ഇനി ഇതിൻ്റെ കഴുത്ത് വീതിയാണ് അളക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അളന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്കിവിടെ നോക്കിയപ്പോൾ 2.5 ഇഞ്ചാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ, അതായത് ഇതിൻ്റെ ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് തന്നെ ഈ ലൈൻ ഒന്ന് താഴെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെയാണ് പോയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇവിടെ വരെ ഒന്ന് അളന്ന് നോക്കൂ. അപ്പോൾ എനിക്ക് 2.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. കഴുത്ത് വീതി 2.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് കൂടി ഇവിടെ വേണം. അപ്പോൾ നമുക്കൊരു 2.25, അതായത് അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് എടുക്കണം. കൈക്കുഴി നോക്കുമ്പോൾ നമ്മൾ സാധാരണ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ 1/2 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ഇവിടെ പോയിട്ടുണ്ട്, ഇങ്ങനെ ചെരിച്ച് തയ്ച്ചത് കൊണ്ട്. അപ്പം 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഇതിൻ്റെ അളവ് എടുക്കാൻ. അപ്പോൾ ഇതിനെ ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി ഇതിൻ്റെ ഈ കറക്റ്റ് മാർക്ക് വരുന്ന ആ പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 5 ഇഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. 5 വന്നതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോവും. അപ്പോൾ ഒരു 4.5 ഇഞ്ച് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ടോപ്പിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. ടോപ്പിൻ്റെ ഇറക്കം എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടി താഴെ വരെ ഇതിൻ്റെ ഇറക്കം എടുക്കണം. ഇവിടെ ഒരു 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ പോയിൻ്റ് വരെയാണ് ഇതിൻ്റെ ടോപ്പ് ഇറക്കം. അപ്പോൾ ഇത് താഴെ ഒരു തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചോട് കൂട്ടി 10.5 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഇറക്കം. ഇനി ടോപ്പിൻ്റെ വണ്ണം നോക്കണം.
ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ഇതിൻ്റെ അളവ് നോക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത്. ഇനി ഈ ടോപ്പിൻ്റെ താഴെ വണ്ണമാണ് നോക്കുന്നത്. ഇപ്പം താഴെ വണ്ണം ഞാൻ മടക്കാതെ തന്നെയാണ് നോക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മടക്കിൽ തന്നെ നോക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ വണ്ണം നോക്കുക, 11 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 11 ഇഞ്ചും 2 വശത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 12 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ബോട്ടത്തിൻ്റെ ഇറക്കാണ് നോക്കേണ്ടത്. ഈ ഉടുപ്പിൻ്റെത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് ഇതിൻ്റെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. താഴെ വരെ ഇറക്കം നോക്കുക. ഇവിടെ 13.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 1 ഇഞ്ച് താഴെയും സീം അലവൻസ് കൂട്ടണം. അപ്പം എടുക്കേണ്ടത് 14.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കൂട്ടി ഇവിടെ ഈ പോയിന്റിൽ വെക്കുക, താഴെ വരെയുള്ള ഇറക്കം എടുക്കുക. ഇവിടെ വന്നിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് കൂട്ടി വേണം. അപ്പം 13.5യും 1 ഇഞ്ച് കൂടി കൂട്ടി 14.5 ഇഞ്ച് എടുക്കാം. ഇതിൻ്റെ നീളമാണ് എടുക്കേണ്ടത്. അപ്പം നീളം എടുക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ബാക്ക് വശത്ത് വെച്ചിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിന് 2 തുണിയാണ് എടുക്കുന്നത്, ഫ്രണ്ട് സൈഡിലുള്ളതും ബാക്ക് സൈഡിലുള്ളതും. ഞാൻ ഫ്രണ്ട് സൈഡിലുള്ളത് മാത്രമാണ് ഇപ്പം നോക്കുന്നത്. അപ്പം ഇതുപോലെ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുക. ഈ തയ്യൽ തുമ്പിൻ്റെ കൂട്ടി വേണം വെച്ച് കൊടുക്കാൻ. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഈ അളവ് എത്രയാണെന്ന് നോക്കുക. ഇതിൻ്റെ മറ്റേ ഭാഗം കൂട്ടി തയ്ച്ച അവിടെ വരെ നമ്മൾ അളന്ന് നോക്കണം. അപ്പം അടുത്ത ഭാഗം യോജിപ്പിച്ച സ്ഥലം ഇവിടെയാണ്. അപ്പം ടേപ്പ് ആ യോജിപ്പിച്ചതിൻ്റെ അവിടെ വരെയും അതിൻ്റെ സീം അലവൻസും കൂടി കൂട്ടി ഇവിടെ 29 വന്നു. പിന്നെ സീം അലവൻസ് 1/2 ഇഞ്ച് കൂടി കൂട്ടി 29.5 ഇഞ്ചാണ് ഇതിൻ്റെ ബോട്ടം ഭാഗത്തെ നീളം വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലൈനിങ് ആണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഇറക്കം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇറക്കത്തിനേക്കാൾ ഒരു 2-3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ നീളം ഒന്ന് അളക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ താഴെ അളന്ന പോലെ തന്നെ തയ്യൽ തുമ്പ് കൂട്ടി ഒന്ന് ഫ്രണ്ട് ഭാഗം അളക്കണം. ഇനി ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ നീളമാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഈ ലൈനിങ്ങിൻ്റെ ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ലൈനിങ് തയ്ച്ച വശത്തല്ല നോക്കുന്നത്, ഇതിൻ്റെ നല്ല വശത്ത് നോക്കുക. അപ്പോൾ ഈ ജോയിൻറ്റിലൊന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ എത്രയാണെന്ന് വന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 27 വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് ഈ ജോയിൻ്റ്. അപ്പം 1/2 ഇഞ്ച് മറ്റേ സൈഡിൽ 1/2 ഇഞ്ച് സീം അലവൻസും ഈ സൈഡിൽ 1/2 ഇഞ്ച് സീം അലവൻസും കൂട്ടി 28 ഇഞ്ച് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ നീളം നമുക്കെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവുകളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും നിങ്ങൾക്ക് അളവിനുള്ള ഡ്രസ്സ് എടുത്ത് ഇതുപോലെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഈസി ആയൊരു മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.